നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്, സെമി കണ്ടക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ കമ്പനി വേദാന്ത ഫോസ്കോൺ എന്ന് പറഞ്ഞ തായ്വാൻ കമ്പനിയുമായിട്ട് ടൈപ്പായി. ഫർദറായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. കഴിഞ്ഞ മാസം അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. കാരണം ആ പ്രോജക്റ്റ് തന്നെ ടേക്ക് ഓൺ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടാറ്റ ഗ്രൂപ്പുമായിട്ട് ചേർന്ന്, അതായത് 2 ദിവസം മുമ്പാണ് ക്യാബിനറ്റ് അതിന് അപ്രൂവൽ കൊടുത്തത്. ഏകദേശം 1.26 lakhs കോടിയുടെ പ്രോജക്റ്റാണ് സൈൻ ചെയ്തത്. ഗവൺമെൻറ്റിൻ്റെ ശരിക്കും ഇൻസെൻറ്റീവ് ഉണ്ട്. അതിൻ്റെ വലിയ പ്രോജക്റ്റ്, അതായത് 91,000 crores പ്രോജക്റ്റ് വരുന്നത് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് സിറ്റിയുടെ അടുത്തുള്ള ഒരു ധൊലേറിയ എന്ന് പറയുന്ന സ്ഥലത്താണ് അത് പ്ലാന്റ് വരുന്നത്. ആ പ്ലാന്റ് കംപ്ലീറ്റ് സ്ക്രാച്ചിൽ നിന്നാണ് തുടങ്ങുന്നത്. അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് തായ്വാനിലുള്ള മറ്റൊരു കമ്പനി ഇതുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ട്. ബാക്കി മുഴുവനും ടാറ്റയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ അസംബിളിങ്ങും ടെസ്റ്റിങ്ങും പാക്കേജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ആസാമിലോട്ട് സെമി കണ്ടക്ടറിൻ്റെ ഫാക്ടറി, അതായത് ടാറ്റ അവിടെ ഇടുകയാണ് ഗുവാഹട്ടിക്ക് അടുത്ത്. അതും ഏകദേശം 24,000 കോടിയുടെയാണ് ആ പ്രോജക്റ്റ്. പിന്നീട് ഒരു 7,000 കോടിയുടെ പ്രോജക്റ്റ്, അത് മൈക്രോൺ എന്ന് പറഞ്ഞ കമ്പനി ജാപ്പനീസ് കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അത് ഗുജറാത്തിലെ സാൻസദ് എന്ന് പറഞ്ഞ ഭാഗത്തായിട്ടാണ് എടുത്തത്. ഇപ്പം ഈ വാർത്തയ്ക്ക് എന്താണ് ഇപ്പോൾ ഇത്ര പ്രാധാന്യം വരാനുണ്ടായ കാരണം? അതാണ് ചോദ്യം. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടിറങ്ങും. ഇന്ത്യ ഗവൺമെൻറ് സെമി കണ്ടക്ടറിന് വലിയ പ്രാധാന്യം കൊടുത്ത് വിദേശത്തുനിന്ന് കമ്പനികളെ കൊണ്ടുവരുവാൻ ശ്രമിച്ചപ്പോൾ പൂർണ്ണമായിട്ടും അതിനെ തടസ്സപ്പെടുത്തുമായിരുന്നു മറ്റുള്ള ഗ്ലോബലായിട്ടുള്ള പല രാജ്യങ്ങളും. വെസ്റ്റേൺ രാജ്യങ്ങളാണെങ്കിലും അതേപോലെ ഈസ്റ്റേൺ ഏഷ്യൻ രാജ്യങ്ങളാണെങ്കിലും കൊറിയ ആണെങ്കിലും തായ്വാൻ ആണെങ്കിലും ഹോങ്കോങ് ആണെങ്കിലും ചൈനയാണെങ്കിലും ഇന്ത്യയിലോട്ട് കമ്പനികളെ ഇങ്ങോട്ട് വരുവാൻ സമ്മതിക്കുന്നില്ല. എത്രമാത്രം ഇൻസെൻറ്റീവ് കൊടുത്തിട്ടും. അതിൻ്റെ കാരണം അവർ ഇന്ത്യ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ഇൻസെൻറ്റീവ് ഈ കമ്പനികൾക്ക് അവിടെ കൊടുക്കാൻ തുടങ്ങി. അതിൻ്റെ പേരിലാണ് പല കമ്പനികളും വന്നിട്ടും തിരികെ അങ്ങോട്ട് പോയത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിലെ ടോപ്പായിട്ടുള്ള കോർപ്പറേറ്റ്, അതായത് ടാറ്റ സൺസിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. മനസ്സിലാക്കുക, ടാറ്റ സൺസ് അതിൻ്റെ അകത്ത് ഇപ്പോൾ $1,000 ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 1,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 50% കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസെൻറ്റീവാണ്. അതായത് 1,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 500 രൂപ സബ്സിഡി ആയിട്ട് ഇൻസെൻറ്റീവായിട്ട് കേന്ദ്ര സർക്കാർ ടാറ്റ ഗ്രൂപ്പിന് കൊടുക്കണം. അതാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുകയാണ്. കാരണം ഇതുണ്ടായേ മതിയാകത്തുള്ളൂ. കാരണം ഇന്ത്യയിൽ 100 ബില്യൻ്റെയാണ് സൂപ്പർ സെമി കണ്ടക്ടർ ഇതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ്, ഇപ്പോൾ ഗുജറാത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് മോഡേൺ സംഭവമല്ല. കാരണം സെമി കണ്ടക്ടർ ഏറ്റവും ചെറുതാകുമ്പോഴാണ് അതിൻ്റെ വാല്യൂ കൂടുന്നതും അതിൻ്റെ കപ്പാസിറ്റി കൂടുന്നതും അതിൻ്റെ ക്വാളിറ്റി കൂടുന്നതാണ് ഈ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതനുസരിച്ച് ഞാൻ പറയും, ഞാനിതിൻ്റെ ടെക്നീഷ്യനും ടെക്നോളജി എക്സ്പേർട്ടും ഒന്നുമല്ല. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടാറ്റയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുക. അതുമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം 100 ദിവസത്തിനുള്ളിൽ ഈ സംഭവം ഇതിൻ്റെ പണി ആരംഭിക്കണം. അതായത് ഇതിൻ്റെ ഫാക്ടറിയുടെ പരിപാടി സംഭവങ്ങളെല്ലാം ഇതിൻ്റെ പണി ആരംഭിക്കും. ഇതാണ് ക്യാബിനറ്റ് ആ ക്ലിയറൻസിൽ പറഞ്ഞിരിക്കുന്നത്. ടാറ്റ ഇത് വില്ലിംഗ് ആണ്, അവർ തുടങ്ങാൻ പോവുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ടാണ് കടക്കുന്നത്. ഇതിന് ഏകദേശം 3 ലക്ഷത്തോളം എൻജിനീയേഴ്സിനെ വേണം, ഇത് അറിയുന്നവർ. അതിനുവേണ്ടി ഗവൺമെൻറ് ചെയ്ത ഏറ്റവും മനോഹരമായ ഒരു പ്രോജക്റ്റ്, ഏകദേശം 104ഓളം ഇന്ത്യയിലെ എൻജിനീയറിംഗ് കോളേജിനെ തിരഞ്ഞെടുക്കുന്നു. ആ എൻജിനീയറിംഗ് കോളേജിൻ്റെ ടൂൾസും ഇതിൻ്റെ ഫാബ്രിക്കേഷൻ മെഷീൻസും, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫ്രീ ആയിട്ട് ഈ കോളേജുകളിലോട്ട് കൊടുക്കുന്നു, ഇവരെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി സിലബസും കാര്യങ്ങളുമെല്ലാം. ഇതിന് മിഷനറിക്ക് ശരിക്കും ചിലവുണ്ട്. അപ്പോൾ ഇത് കൊടുക്കുന്നതോടുകൂടി അതിൻ്റെ ചിലവ് ഏകദേശം 25,000 കോടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി കൊടുക്കുന്നത്. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ഫൗണ്ടേഷൻ, അതായത് റിസർച്ച് ഫൗണ്ടേഷൻ
ചണ്ഡീഗഡിനടുത്തുള്ള മൊഹാലി, അതായത് ഹരിയാനയാണ്, ചണ്ഡീഗഡ് അടുത്തുള്ള ട്വിൻ സിറ്റി എന്ന് പറയാം. അവിടെ ഏകദേശം 10,000-ഓളം കോടി മുടക്കി ഗവൺമെൻറ് അവിടെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് സെമി കണ്ടക്ടറിൻ്റെ ഇതിൻ്റെ ഏറ്റവും ഡിമാൻഡ് എന്ന് പറയുന്നത് ജിയോ പൊളിറ്റിക്സ് തന്നെയാണ്. ജിയോ പൊളിറ്റിക്സിൽ അമേരിക്കയും ചൈനയുമായിട്ടുള്ള അടിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത്. കാരണം ഈ ഇഷ്യൂ നടക്കുന്ന സമയത്ത് അമേരിക്ക ചൈനീസ് പ്രോഡക്റ്റ്, അതായത് മനസ്സിലാക്കേണ്ടത് ഈ കൊറിയ, തായ്വാൻ, ചൈന ഈ രാജ്യങ്ങളിലാണ് ഏകദേശം, ജപ്പാൻ ഈ രാജ്യങ്ങളിലാണ് ഏകദേശം 80% ഈ സെമി കണ്ടക്ടർ അതായത് ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ന്. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിന്ന് ഈ സാധനം മറ്റുള്ള രാജ്യങ്ങളിലോട്ട്, അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു തേർഡ് വേൾഡ് കൺട്രിയിലോട്ട് പോകുവാൻ വേണ്ടി വെസ്റ്റേൺ കൺട്രി, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ ഇവിടെ ജപ്പാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്, അവരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് അവർ 7,000 കോടിയുടെ പ്രോജക്റ്റ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഡിമാൻഡ് ആണെങ്കിൽ എല്ലാ ഇലക്ട്രോണിക്സിനകത്തും ഇതിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഇന്ത്യക്ക് ഇതേപോലെ തന്നെ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും വിദേശ രാജ്യങ്ങളിലേക്ക്. പിന്നെ ഇതിൻ്റെ ഈ വെപ്പൺസിനകത്ത് പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും. അപ്പം എല്ലാ രീതിയിലുള്ള മൊബൈലാണെങ്കിലും വാഹനങ്ങളാണെങ്കിലും ഇതിൻ്റെ ഡിമാൻഡ് വളരെ കൂടുതലാണ്. ഇതനുസരിച്ച് കൊടുക്കാൻ കോവിഡിന് ശേഷം ഈ ചൈനയാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് അമേരിക്കയുടെ പല സാങ്ഷൻ കൊണ്ടും അമേരിക്ക ചൈനീസ് സെമി കണ്ടക്ടറെ പറ്റിയുള്ള സംശയം പറഞ്ഞതിൻ്റെ പേരിൽ ഈ പ്രശ്നം വലുതായിട്ടും ഉണ്ടാകുകയും ചെയ്തു. എനിക്ക് ചില സന്ദർഭം സംസാരിക്കാൻ പറ്റാത്ത എൻ്റെ പനി പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല. അതാണ് കാരണം. അതായത് പറയാൻ പോകുന്നത്, ഈ 3 ലക്ഷത്തോളം എഞ്ചിനീയേഴ്സിനെ ഇന്ത്യ ഉണ്ടാക്കുകയും, അതായത് പുതിയ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് വരികയും അതേപോലെ റിസർച്ച് നടത്തുകയും ചെയ്യുമ്പോൾ മോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ സ്ട്രോക്കാണ് ഈ 2 ദിവസത്തിനുള്ളിൽ സൈൻ ചെയ്തിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ് ഈ സംഭവമായിട്ട് ഇന്ത്യയിലോട്ട് വരികയാണ്. അതിനേക്കാൾ ഞാൻ ഏറ്റവും പ്രാധാന്യമായിട്ട് കാണുന്നത്, ആദ്യമായിട്ടാണ് നോർത്ത് ഈസ്റ്റ്, അത് ആസാമിനെ ഇന്ത്യയുടെ IT-ആയിട്ടും അതൊരു സെമി കണ്ടക്ടറിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറ്റുവാൻ വേണ്ടി ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ആലോചിച്ച് നോക്കുക, നോർത്ത് ഈസ്റ്റിൽ ഇന്ന് വരെ ഇതേപോലെ പ്രോജക്റ്റുകൾ പോയിട്ടില്ല. അപ്പോൾ വലിയൊരു മാറ്റം നോർത്ത് ഈസ്റ്റിലും ആസാമിലും ഉണ്ടാകുമ്പോൾ ആ ഭാഗവും ഡെവലപ്പ് ചെയ്യും. ഏകദേശം ഇതുമായിട്ട് പറഞ്ഞു വരുന്നത്, ഇൻഡയറക്റ്റ് ജോബ് ഉണ്ടാകാൻ പോകുന്നത് ഏകദേശം 3.5 ലക്ഷം പേർക്ക് ജോലി കിട്ടും. അതേപോലെ ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ്, ഡയറക്റ്റ് 15,000 പേർക്കാണ് ഓരോ കമ്പനിയിൽ വെച്ച് കിട്ടാൻ പോകുന്ന ജോലി. ഗുജറാത്തിലുള്ള അവിടെ ഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് ഏകദേശം 25,000 പേർ കിട്ടുമെന്നാണ് പറയുന്നത്. ഏതായാലും ഇതൊരു സൂപ്പർ മാറ്റമായിട്ടാണ് മോദി ഗവൺമെൻറ് ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്.